A warm and heartfelt good morning to each and every one of you present here. ആണ് നിങ്ങളുടെ സക്സസിന്റെ മെയിൻ റീസൺ. So my dear students, the ball is now in your court. You have to show your parents that the decision which you have taken is right. Today, I invite Mr. Mustafa Kuri, founder and CEO at Abdul's International, to address the gathering. Thank you. ചിറക് കൊടുത്തു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ചിറക് കൊടുക്കുന്നതിൽ പല സ്റ്റുഡൻസിൻ്റെയും ഡിഫിക്കൽട്ട് സ്റ്റേജസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പല പാരൻസിൻ്റെയും ഡിഫിക്കൽട്ട് സ്റ്റേജ് പറഞ്ഞിട്ടുണ്ടാവും. പലപ്പോഴും പാരൻസ് അത് സ്റ്റുഡൻസിൻ്റെ അടുത്ത് റിവീൽ ചെയ്യില്ല, നമ്മുടെ അടുത്ത് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഈ പ്രീ ഡിപ്പാർച്ചറിന് ഒരു സ്റ്റുഡൻറ്റിനെ മാത്രമല്ല വിളിക്കുന്നത്, നമ്മൾ പാരൻസിനെ കൂടി വിളിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പാരൻസിനെയും കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് എന്താണ് എക്സാക്റ്റ് സംഭവിക്കുന്നത്, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സ്റ്റുഡൻസിന് നമ്മൾ എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത് എന്നുള്ളത് അവരുടെ അടുത്തും കൂടി നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ജസ്റ്റ് ഒരു സ്റ്റുഡൻസിനെ പുറത്തേക്ക് പറഞ്ഞു വിടുക, അതിൽ നിന്നൊരു റവന്യൂ മേക്ക് ചെയ്യുക എന്നുള്ളതല്ല. നമ്മളിതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നവരാണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അധികം സന്തോഷം തരുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു വിട്ടൊരു വിദ്യാർത്ഥി ഉയരങ്ങളിലെത്തുക, അയാളുടെ അടുത്ത് നിന്ന് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുക. അല്ലെങ്കിൽ പലപ്പോഴും നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ എയർപോർട്ടിലൊക്കെ ബിസിനസ് ലോഞ്ചിൽ നമ്മുടെ സ്റ്റുഡൻസിനെ കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രൗഡാവും, വലിയ വലിയ കമ്പനികളിൽ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരാണ് എന്നുള്ള നിലയിലൊക്കെ നമ്മളെ അവർ പരിചയപ്പെടുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഗ്യാതറിങ് വെച്ച് കൂടുതൽ റിലേഷൻ ഉണ്ടാക്കി നിങ്ങളുടെ എല്ലാ ജീവിതത്തിലുള്ള എല്ലാ സ്റ്റെപ്സും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നൊരു റിലേഷനിലേക്ക് ഇത് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളൊരു പ്രീ ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് സംഘടിപ്പിച്ചത്. വിസ കിട്ടിയത് മുതലുള്ള കാര്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡീൽ കമ്മിങ് ടു യു ഫ്രം ദ UKVI. UKVI എന്താണ്? UK വിസ ആൻഡ് എമിഗ്രേഷൻ. അവിടുന്ന് ലെറ്റർ വരും, നിങ്ങളെ വിസ സക്സസ്ഫുൾ ആയിരുന്നു, നിങ്ങളെ വിസ ഇത്രയുണ്ട്, ഇത്ര മുതൽ ഇത്ര വരെ വിസ വാലിഡ് ആണെന്ന് കാണിക്കുന്ന ഒരു ലെറ്റർ തരും. ലെറ്റർ മെയിലിൽ വരും. അതിൽ പറയും നിങ്ങളെ BRP കളക്ട് ചെയ്യേണ്ട സ്ഥലം ഇതാണ്, BRP കാർഡ് കളക്ട് ചെയ്യേണ്ട സ്ഥലം ഇതാണ്. നോർമലി ആ സ്ഥലം ഒന്നെങ്കിൽ യൂണിവേഴ്സിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലായിരിക്കാം. മെൻ്റൽ വെൽബീങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറില്ല, നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല, ഡിസ്കസ് ചെയ്യാൻ പേടിയാണ്. ബട്ട് അവിടെ അത് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്ന ഒരു സെഗ്മെൻ്റാണ്. താല്പര്യമുള്ള വിഷയത്തിൽ ക്ലസ്റ്റേഴ്സ് പോലെ സൊസൈറ്റീസ് രൂപീകരിച്ച് ദേ വർക്ക് ടുവേർഡ്സ് ഇറ്റ്. ഇപ്പോൾ നിങ്ങളൊരു ക്രിക്കറ്റ് ഫാൻ ആണെങ്കിൽ ക്രിക്കറ്റ് ക്ലബ്ബ് പോലെ ഉണ്ടാവും, ഫുട്ബോൾ ഫാനായി ഉണ്ടാവും. ഇഫ് യു ആർ എ മുഹമ്മദ് റാഫി പാട്ടുകൾ ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ അപ്പോൾ അതിനൊരു ക്ലബ്ബ് ഉണ്ടാവും. 100-ൽ പരം ക്ലബ്ബുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഓരോ യൂണിവേഴ്സിറ്റിയിൽ. ഇവൻ നിങ്ങൾക്കൊരു പുതിയ ക്ലബ്ബ് ഉണ്ടാക്കാം. ഇഫ് യു ഹാവ് 10 members, 10 members ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ക്ലബ്ബ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാക്കാം, അണ്ടർ ദ സ്റ്റുഡൻസ് യൂണിയനിൽ ഉണ്ടാക്കാം, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾ ടു ഹാവ് എ നെറ്റ്വർക്ക്.